എല്ലാ കൂട്ടുകാർക്കും ചരിത്ര പഠന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചരിത്ര പഠന ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങൽ ഹജ്ജാണ്, ഹജ്ജത്തുൽ വിദാ. നമുക്കറിയാം, വിശുദ്ധ പ്രവാചകൻ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ഉംറ നിർവഹിച്ചിട്ടുണ്ട് കൂടാതെ. എന്നാൽ ഒരു ഹജ്ജ് മാത്രമേ വിശുദ്ധ പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ളൂ. ആ ഹജ്ജോടുകൂടി വിശുദ്ധ പ്രവാചകൻ വിടവാങ്ങുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ ഹജ്ജിന് ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജ് എന്നാണ് പറയുന്നത്. ഹിജ്റ 10-ാം വർഷം വിശുദ്ധ പ്രവാചകൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. പ്രവാചകൻ്റെ കൂടെ 1,00,000-ൽ പരം സ്വഹാബികളുണ്ട്. അങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്, ലബ്ബൈക ചൊല്ലി വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുൽഖഅദ 25-ന് ളുഹർ നിസ്കരിച്ചതിന് ശേഷം മദീനയിൽ നിന്ന് വിശുദ്ധ കഅബാലയം ലക്ഷ്യമാക്കി 1,00,000 സ്വഹാബികളുമായിട്ട് യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ വിശുദ്ധ പ്രവാചകൻ ദുൽഹുലൈഫയിലെത്തിയപ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തു. ദുൽഹുലൈഫയിൽ വെച്ചാണ് വിശുദ്ധ പ്രവാചകൻ ഇഹ്റാം കെട്ടുന്നത്. അങ്ങനെ ദുൽഹിജ്ജ 4-ന് വിശുദ്ധ പ്രവാചകൻ മക്കയിൽ പ്രവേശിക്കുകയാണ്. അങ്ങനെ മക്കയിൽ പ്രവേശിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്തു, സഅയ് ചെയ്തു, സ്വഫാ മർവ കുന്നുകൾക്കിടയിലൂടെ നടന്നു. ദുൽഹിജ്ജ 8 വിശുദ്ധ പ്രവാചകൻ മിനായിൽ പോയി രാപ്പാർക്കുകയാണ്. ദുൽഹിജ്ജ 9-ന് രാവിലെ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിനായിൽ നിന്ന് അറഫാ മൈതാനത്തിലേക്ക് നടക്കുകയാണ്. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. വിശുദ്ധ പ്രവാചകൻ മിമ്പറിൽ കയറിക്കൊണ്ട് ചരിത്രപ്രസിദ്ധമായ അറഫ പ്രഭാഷണം നടത്തുകയാണ്. ഈ പ്രഭാഷണത്തിൽ വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിൻ്റെ അഭിമാനം പിച്ച് ചീന്തരുത്, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമിൻ്റെ രക്തം ചിന്തരുത്. നിങ്ങളൊക്കെ ആദമിൻ്റെ മക്കളാണ്. ഏകോദര സഹോദരന്മാരെ പോലെ നിങ്ങൾ കഴിയണം. ഒരു മാലയിൽ മുത്തുമണികളെപ്പോലെ നിങ്ങൾ ജീവിക്കണം. പരസ്പരം സഹകരിക്കണം. സ്ത്രീകളോട് നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് വിശുദ്ധ പ്രവാചകൻ ലക്ഷോപലക്ഷം സ്വഹാബികളെ ഉണർത്തി. നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ്, ആദം മണ്ണിൽ നിന്നാണെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിങ്ങൾ പുലർത്തണമെന്ന് പറഞ്ഞു. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണത്തിന് അറഫ മൈതാനി സാക്ഷിയായി. പിന്നീട് ദുൽഹിജ്ജ 10-ന് വിശുദ്ധ പ്രവാചകൻ മിനയിലേക്ക് പോയി. ജംറത്തുൽ അഖബയിലേക്ക് കല്ലെറിയാൻ വേണ്ടിയായിരുന്നു. അതിനെ തുടർന്ന് പ്രവാചകൻ അനിമൽ സാക്രിഫൈസ് ചെയ്യാണ്, മൃഗത്തെ ബലി കൊടുത്തു. 60ഓളം ഒട്ടകങ്ങൾ വിശുദ്ധ പ്രവാചകൻ അപ്പോൾ ബലി കൊടുക്കുന്നുണ്ട് ഏകദേശം. പിന്നീട് പ്രവാചകൻ തലമുണ്ഡനം ചെയ്യുന്നു. അങ്ങനെ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുകയാണ്. പിന്നീട് വിശുദ്ധ പ്രവാചകൻ തവാഫുൽ ഇഫാല ചെയ്തു. പിന്നീട് അയ്യാമു തശ്രീക്കിൻ്റെ 11, 12, 13 ദിവസങ്ങളിൽ 3 ജംറകളിലേക്കുമുള്ള കല്ലെറിയലാണ്. ദുൽഹിജ്ജ 14-ന് വിശുദ്ധ പ്രവാചകൻ തവാഫുൽ വിദാ, വിടവാങ്ങൽ തവാഫ് ചെയ്ത് ഹജ്ജ് നിർവഹിക്കുകയാണ്. ഇത് ചരിത്രപ്രസിദ്ധമാണ്. പ്രവാചകൻ ഈ ഹജ്ജിന് ശേഷം അധികകാലം ജീവിച്ചിട്ടില്ല. പ്രവാചകൻ തൻ്റെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമു ദീന, അൽയൗമ ഇന്നത്തോടുകൂടി അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനിത ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ഞാൻ കൊണ്ടുവന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഒരു ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇതാണ് വിശുദ്ധ പ്രവാചകൻ്റെ ഹജ്ജത്തുൽ വിദാ എന്ന് പറയുന്നത്.